അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സാലിഹ് മുസ്ലിയാർ നമ്മൾ കളിച്ച് നമ്മൾ ഉസ്താദുമാരുടെ ക്ലിപ്പുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണെന്നൊന്ന് ആദ്യം നമുക്ക് കേൾക്കാം. അതൊന്ന് കേൾക്കാം. മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ദ്വാരക്കണ സമയത്ത് ചില ആൾക്കാരുണ്ട് തെങ്ങിന്റെ ഒട്ടക്ക് മാറിക്ക, അല്ലെങ്കിൽ വല്ല മൂച്ചിന്റെ ഒട്ടക്ക് മാറിക്ക, അല്ലെ, അല്ലെങ്കിൽ കയ്യിനൊക്കെ ശേഷി നഷ്ടപ്പെട്ടാലും ഇങ്ങനെ കൈ പൊന്താതെ ഇങ്ങനെ നിൽക്കുക, പൊന്തിക്കോലും കൈ എന്താണെന്നറിയില്ല. അങ്ങനത്തെ ചില ആൾക്കാരില്ലേ, ആ ചില ആൾക്കാരെപ്പെട്ട ചില ആൾക്കാർക്ക് ഇപ്പൊ ബോധം വെച്ച് വരുന്നുണ്ട്. കേട്ടോ, റസൂൽ പറഞ്ഞത് ഒരു പ്രാർത്ഥന മരിച്ചുപോയാൾക്ക് നമ്മൾ കൊടുത്താൽ കിട്ടുന്ന ലാഭം എന്താ അറിയാം? കൽ ഖരീഖിൽ മുതഖവ്വിസ് എന്ന റസൂൽ പറഞ്ഞു. എന്ത്? വെള്ളത്തിൽ മുങ്ങിത്താവാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കയറാണ് എന്ത് ഈ പ്രാർത്ഥന ഖബറിൽ. കേട്ടല്ലോ എന്താ പറഞ്ഞത്? ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരെയും സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ആൾക്കാർ തെങ്ങിൻ്റെ ഒട്ടേക്ക് മാറിക്കുമല്ലോ, ചില ആൾക്കാർ മൂച്ചിൻ്റെ ഒട്ടേക്ക് മാറിക്കുമെന്ന്. ആരെ പറ്റി? മുജാഹിദുകളെ കുറിച്ച് പറയാണ്. എന്തുകൊണ്ടാണെന്ന് മോനിക്കറിയോ? അറിയൂല, പറഞ്ഞുതരാം. കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ജാറങ്ങളിലെയും ഇലാ ഹലറത്ത് വിളിച്ചിട്ടാണ് തുടങ്ങുക വലിയമാരെ. അതിൻ്റെ ഇടയിൽ ഒരു കുൽഹുവല്ലി അടിച്ചാളും അല്ലേ? എന്നിട്ട് അതിനിങ്ങനെ ആമീൻ ആമീൻ കൂട്ട ആമീനാണ് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ പ്രാർത്ഥന എല്ലാം നടക്കുന്നത്. എന്നാൽ മുജാഹിദുകളാണ് നിങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ചത്. അത് പറഞ്ഞുതരാം. ഇനി ഈ പ്രാർത്ഥന എന്തൊക്കെയാണ്, എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാം. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടപ്പറയിലേക്ക് പോകുന്നത് വരെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. മനസ്സിലായോ? ഞാൻ തൊട്ടടുത്ത ദിവസം എൻ്റെ ഉപ്പയുടെ ഖബർ സിയാറത്തിന് വേണ്ടി ചെന്നപ്പോൾ, മക്ബറയിൽ പോയപ്പോൾ ഒരുപാട് സമസ്തക്കാരായ ആളുകൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. മുമ്പ് അങ്ങനെയല്ല, എല്ലായിടത്തും മൊയ്ലിയാരെ കൊണ്ടുപോകണം, മൊയ്ലിയാർ പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ ബോധം വെച്ചു ആളുകൾക്ക് പ്രാർത്ഥിക്കേണ്ടത് ബാപ്പ മരിച്ചാൽ മക്കൾ പ്രാർത്ഥിക്കുന്ന ആ തഖ്വയും ആ ആത്മാർത്ഥതയും ഒരു മൊയ്ലിയാർക്കും കിട്ടൂല. സാലിഹേ, അയാ മൊയ്ലിയാർ ഒന്നാമത്തെ തക്ബീറിൽ കൈകെട്ടുമ്പോൾ ഒന്നാമത്തെ തക്ബീറിൽ അയാൾ ചിന്തിക്കൽ 500 കിട്ടുമെന്നായിരിക്കും. ഇല്ല, രണ്ടാമത്തെ തക്ബീറിന് മുമ്പ് പറയും 750 കിട്ടും എന്ന് ചിന്തിക്കും. ഇതിപ്പോൾ കുറഞ്ഞിക്കണേ. ഇപ്പം മൊയ്ലാന്മാർ ചോദിക്കലൊടിഞ്ഞ് ആരെങ്കിലും നിൽക്കാനുണ്ടോ, ബന്ധപ്പെട്ട മയ്യത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അല്ലേ? ഇത് കുറഞ്ഞ ആളുകൾക്ക് ബോധം വെച്ചു സാലിഹേ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മൊയ്ലാർ പ്രാർത്ഥിച്ച ആമീൻ പറയലല്ല, നമ്മൾ പ്രാർത്ഥിക്കുക, വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.